സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയാ നീ വരൂ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനമാണ്. പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. എലിയ പ്രവാചകനെയും മറ്റൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, പ്രവാചകന് സ്വന്തം ദേശത്ത് അംഗീകരിക്കപ്പെടുന്നില്ല. നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതാണ്. എന്നാൽ ഇന്നൊരു പുതിയ ചിന്ത. ഈ പ്രവാചകൻ ചിലയിടത്തേക്ക് അയക്കപ്പെടുകയാണ്. ആ പ്രവാചകൻ അംഗീകരിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഈ ചെയ്യുന്നത് അവൻ്റെ നാട്ടിൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു വിധവയ്ക്ക് സൗഖ്യം ഉണ്ടാക്കുന്നു, അല്ലെ നാമാൻ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അനേക കുഷ്ഠരോഗികളുണ്ട്. ഇത് പ്രവാചകന്റെ ശക്തിയാണെങ്കിൽ എല്ലാവരെയും സുഖപ്പെടുത്താൻ പറ്റും. ഇത് പ്രവാചകന്റെ ശക്തിയല്ലത്. എന്നാൽ ഈ പ്രവാചകന് ഇവരെ സുഖപ്പെടുത്തിയപ്പോൾ ഇവിടെ തന്നെ ഇവരെ സുഖപ്പെടുത്താത്ത. ഇത് സൗഖ്യപ്പെടുത്തുന്ന പ്രവാചകനല്ല, പ്രവാചകനെ അതിനുവേണ്ടി അയച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വചനപ്രഘോഷകനെ അയച്ചു എന്നോർത്ത് ആ വചനപ്രഘോഷകനെ അയക്കപ്പെട്ട സ്ഥലത്ത് പോയി ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതേ കാര്യങ്ങൾ അയാൾക്ക് അയാളുടെ സ്വന്തം സ്ഥലത്ത് നടത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ സ്ഥലത്ത് അത് കൊടുക്കേണ്ട സമയമായിട്ടില്ല. അപ്പോൾ അതായത് ദൈവമാണ് ഇതെല്ലാം നടത്തുന്നത് എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ വന്നാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുമായിരുന്നുവെങ്കിൽ പ്രവാചകനെ അവർ അംഗീകരിച്ചേനെ. പ്രവാചകനെ ചില സ്ഥലങ്ങളിൽ അംഗീകരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ അംഗീകരിക്കുന്നില്ല. കാരണം എല്ലായിടത്തും ഒരുപോലെ അവന് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ചെയ്യുന്നത് അവനല്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വചനപ്രഘോഷകനെയും അല്ലെങ്കിൽ പ്രവാചകന്മാരെയും ഒന്നും നമ്മൾ വിമർശിക്കാൻ പോകരുത്. കാരണം ഇത് ആ വിധവ സൗഖ്യപ്പെടണമെന്നാണ് ആ വിധവയുടെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ആ കുഷ്ഠരോഗിയുടെ വിശ്വാസവും പ്രാർത്ഥനയുമായിരിക്കാം. അവിടെ പോയി ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാൾ പോയി ചെയ്തു കൊടുക്കുന്നു. നമ്മളൊക്കെ അയക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.